48 വർഷങ്ങളായി ഇടതുമുന്നണി അധികാരത്തിലിരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷനിൽ അട്ടിമറി വിജയമാണ് ഇത്തവണ ബി.ജെ.പിയുടെ ലക്ഷ്യം. കോഴിക്കോട് നോർത്ത്, സൗത്ത്, ഏലത്തൂർ, ബേപ്പൂർ എന്നിങ്ങനെ 4 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് കോഴിക്കോട് കോർപ്പറേഷൻ. CPM-ന് ഭൂരിപക്ഷമുള്ള ഭരണസമിതിയിൽ 2025-ൽ തീവാർന്ന പോരാട്ടം നടക്കും. വിവരങ്ങളുമായി രമ്യ ചേരുകയാണ്. രമ്യ, ഈ കോഴിക്കോട് കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ വർഷങ്ങളായി തന്നെ CPM-ന് വലിയ സ്വാധീനമുള്ള, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കോട്ടകൾ എന്നറിയപ്പെടുന്ന പല ബൂത്തുകൾ അടങ്ങുന്ന, പല വാർഡുകൾ അടങ്ങുന്നതാണല്ലോ ഈ കോർപ്പറേഷൻ. അവിടെ ഇത്തവണ നിർണായക ശക്തിയായി മാറുവാനുള്ള ശ്രമമാണോ BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചവിട്ടുപലകയായി BJP സംസ്ഥാനത്തൊട്ടാകെ കാണുകയാണ്. കോഴിക്കോട് നിന്നുള്ള വിശദാംശങ്ങൾ പറയൂ രമ്യ. തീർച്ചയായും ഗൗതം, ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ആവേശ പോരാട്ടത്തിൽ തന്നെയാണ് BJP ഉള്ളത്. അതായത് 2020-ൽ ഏകദേശം 50 സീറ്റുകളുമായാണ് ഇടതുമുന്നണി കോർപ്പറേഷൻ പിടിച്ചത്. എന്നാൽ ഈ 5 വർഷത്തെ ഭരണത്തിനു ശേഷം കൃത്യമായി ഈ കോർപ്പറേഷൻ പരിധിയിൽ ഉൾപ്പെടെ വലിയ പദ്ധതികൾ പലതും വന്നിരുന്നെങ്കിലും പല കാരണങ്ങളാൽ, പല ആരോപണങ്ങൾ, പല പദ്ധതികളും പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ തന്നെയാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ. അതുകൊണ്ട് തന്നെ ഈ കോർപ്പറേഷന്റെ വികസനം കൃത്യമായി ഒന്നും നടന്നിട്ടില്ല എന്ന തരത്തിലുള്ള BJP പ്രചരണം തന്നെയാണ് നടക്കുന്നത്. അതിനാൽ തന്നെ കഴിഞ്ഞ ഈ 2020-ലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ പല ഈ മേഖലകളിലും BJPക്ക് നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത്തവണയും വലിയ തീപ്പാറുന്ന ഒരു പോരാട്ടം BJP കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് പ്രതിനിധി ഉൾപ്പെടെ പറയുന്നത്. കാരണം സിറ്റിംഗ് 7 കൗൺസിലർമാരാണ് നിലവിൽ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ BJPക്ക് ഉള്ളത്. പല മേഖലകളിലും വലിയ പോരാട്ടം തന്നെ കഴിഞ്ഞ വർഷം കാഴ്ചവെക്കാൻ, അതായത് 5 വർഷങ്ങൾക്ക് മുമ്പ് 2020-ലെ ഇലക്ഷനിൽ കാഴ്ചവെക്കാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിൽ 2ാം സ്ഥാനത്തേക്ക് വന്ന പല വാർഡുകളിലും 1ാം സ്ഥാനത്തേക്ക് എത്തുക എന്ന് തന്നെയാണ് BJPയുടെ ഇത്തവണത്തെ ലക്ഷ്യം. വലിയ തീപ്പാറുന്ന ഒരു പോരാട്ടം ഇത്തവണയും ഉണ്ടാകും. കാരണം ഈ 5 വർഷം കോർപ്പറേഷൻ LDF ഭരിച്ചതുമായി ബന്ധപ്പെട്ട് വികസന മുരടിപ്പിൽ തന്നെയാണ്. അത്തരത്തിൽ ഈ പദ്ധതികളെല്ലാം എടുത്തെടുത്ത് പറഞ്ഞ, അല്ലെങ്കിൽ ഈ പദ്ധതികൾ നടപ്പിലാക്കാതെ വിമുഖത കാണിക്കുന്ന CPM-ന്റെ ഇരട്ടത്താപ്പ് എടുത്തെടുത്ത് പറഞ്ഞ് അത് തന്നെയായിരിക്കും ഇത്തരത്തിൽ പ്രചരണ ആയുധം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ 3 ദിവസങ്ങളായി കോർപ്പറേഷനിൽ നടന്ന കൗൺസിൽ യോഗങ്ങളിലും ഇത് വ്യക്തമാണ്. കാരണം പല പദ്ധതികളിലും വിയോജിപ്പ് കൃത്യമായി തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോഴും എന്നാൽ അതിനെയെല്ലാം എതിർക്കുന്ന നിലയിലാണ് LDF-ന്റെ നടപടി ഉണ്ടായിരുന്നത്, പല അജണ്ടകളും. കാരണം കഴിഞ്ഞ 3 ദിവസമായി നമുക്കറിയാം കൗൺസിൽ യോഗങ്ങളിൽ കൃത്യമായി തന്നെ ബഹളമയമായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ ശുചീകരണ തൊഴിലാളികളുടെ നിയമനം ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ പ്രചരണ വിഷയമാക്കുന്നത്. കാരണം CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ താൽക്കാലികമായി ശുചീകരണ തൊഴിലാളികളെ എടുത്തതെന്നായിരുന്നു പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപിച്ചിരുന്നത്. തുടർന്ന് ഈ കോർപ്പറേഷൻ പരിധിയിലെ ഏറ്റവും കണ്ണായ ഭൂമി, കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും കണ്ണായ ഭൂമി മറ്റൊരു കമ്പനിക്ക്, ഒരു സ്വകാര്യ വ്യക്തിക്ക് മറിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട മറ്റൊരു ആരോപണം കൂടി തന്നെയാണ് ഈ അവസാന ഘട്ടത്തിലും. കാരണം ഈ 5 വർഷം തികയുമ്പോൾ കൗൺസിൽ യോഗങ്ങളെല്ലാം തീരാനിരിക്കുകയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി. ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ വളരെ വലിയ ആരോപണങ്ങൾ തന്നെയാണ് കോർപ്പറേഷനെതിരെ, അതായത് ഈ മീറ്റിംഗിലെല്ലാം ഉയർന്നത്. അത്തരത്തിൽ ഈ വിഷയങ്ങളെല്ലാം പ്രചരണ ആയുധമാക്കിയിട്ടായിരിക്കും ഇത്തരത്തിൽ ഈ വർഷവും BJP വലിയ തോതിൽ പ്രചരണം ആയുധമാക്കുക. എന്ത് തന്നെയായാലും ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോഴിക്കോട് BJP നിർണായക ശക്തിയാകും. അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഈ വിഷയങ്ങളെല്ലാം തന്നെ LDF-ന്റെ ഭരണ തുടർച്ചയ്ക്ക് അനുകൂലമല്ലാത്ത സ്ഥിതിയാണുള്ളത്. കാരണം വികസന മുരടിപ്പാണ്, ഒരു പദ്ധതികളും കൃത്യമായി തന്നെ നടപ്പിലാക്കിയില്ല. അത്തരത്തിൽ വലിയ തോതിലുള്ള പ്രചരണ ആയുധമാക്കിയിട്ടായിരിക്കും ഇത്തവണ BJP ഈ തെരഞ്ഞെടുപ്പിൽ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ മത്സരിക്കുക. നിലവിൽ 7 വാർഡുകളിൽ കൗൺസിലർമാരുണ്ട്. ബാക്കിയുള്ള വാർഡുകളിലെല്ലാം വളരെ നിർണായക ശക്തിയായി മാറാൻ BJPയെ കഴിഞ്ഞ തവണയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത്തവണയും വലിയ തോതിലുള്ള ഒരു മത്സരം, ശക്തിയേറിയൊരു മത്സരം നമുക്ക് കാണാനാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഗൗതം, കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ തീവാർന്ന പോരാട്ടം നടക്കും. CPM-ന്റെ ശക്തി കേന്ദ്രമായി കോർപ്പറേഷനിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം നടത്തുവാനുള്ള നീക്കമാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അവിടെ വിവിധ വാർഡുകളിൽ BJP വിജയിക്കുകയും ഏതാണ്ട് 20-ലധികം വാർഡുകളിൽ 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തിരുന്നു. ആ വാർഡുകളിൽ വിജയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും കോർപ്പറേഷനിൽ നിർണായക ശക്തിയാകാൻ BJPക്ക് മാറുമെന്നാണ് രമ്യ ചൂണ്ടിക്കാണിക്കുന്നത്.